രാവിലെ കിച്ചണിൽ വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ചിയ സീഡ്സ് കുടിക്കുകയാണ്. ഇത് തലേന്ന് 2 സ്പൂണ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അതിലേക്ക് ചുടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് അത് കുടിക്കുകയാണ്. അതിന് ശേഷം പാലൊന്ന് തിളപ്പിക്കാനുണ്ട്, ചായ ഉണ്ടാക്കാനുണ്ട്, ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. വെള്ളപ്പമാണ് ഇന്നത്തെ താരം. ഇപ്പോൾ വെള്ളപ്പത്തിൻ്റെ ചട്ടിയുടെ കഥ പറയുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും ഞാൻ എണ്ണയൊക്കെ തേച്ച് വെച്ച് പോവും. പക്ഷെ അത് എണ്ണയൊക്കെ കട്ട പിടിച്ചിരിക്കും. പിന്നെ അതിനെ വന്നിട്ട് കുറേ മയക്കിയെടുക്കും. ഇപ്പോൾ അത് ഏകദേശമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഇരുമ്പിൻ്റെ ചട്ടി ചുടാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുന്ന രീതിയിൽ അത് വേഗം നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ നാട്ടിൽ കുറേ ഇരുമ്പിൻ്റെ പലതരത്തിലുള്ള ചട്ടികളുണ്ട് കേട്ടോ. എല്ലാ ചട്ടികളും ഇങ്ങനെ വരുന്ന സമയത്ത് വൃത്തിയാക്കി എടുക്കുക തന്നെ ചെയ്യൽ. അപ്പോൾ കുറച്ച് ദിവസം ഓയിലൊക്കെ ഇട്ട് ഇങ്ങനെ തേച്ച് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇന്ന് 1-2 വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണാത്ത സ്ഥലത്തൊക്കെ പൊടി കാണാം. അത് നിങ്ങൾക്കൊക്കെ ഉണ്ടോ അങ്ങനെ? അപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് വേഗം ക്ലീനാക്കി പോരാന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ പൊടിയൊന്നും കാണില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജ് കുറേ ദിവസമായി ഒന്ന് വൃത്തിയാക്കി എടുക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഫ്രിഡ്ജ് 14 വർഷമായിട്ടോ. നമ്മളിവിടെ താമസം തുടങ്ങിയ സമയത്ത് വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് തിരിച്ചു പോകുമ്പോഴൊന്നും ഓഫാക്കിയിടാറില്ല. ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടാലാണ് കംപ്ലൈൻറ്റ് വരിക എന്നാണ് അവർ പറഞ്ഞത്. അതിന് ശേഷം കുറച്ച് പാസ്ത ഉണ്ടാക്കുകയാണ്. പാസ്തയാണെങ്കിൽ പിന്നെ കുട്ടികൾക്ക് അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ചോറാണെങ്കിൽ അവരെ വിളിച്ച് നിർബന്ധിച്ചൊക്കെ കഴിപ്പിക്കണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കും എളുപ്പമാണ്. അവർ ഉച്ചക്കും രാത്രിയൊക്കെ വേണമെങ്കിൽ ഇത് കഴിച്ചോളും. അപ്പോൾ ഇത് ചിക്കൻ്റെ പാസ്തയാണ്. ആദ്യം തന്നെ പാസ്തേൻ്റെ സോസൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുക ചെയ്യൽ. പാസ്തേൻ്റെ സോസ് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇത് ചിക്കൻ പാസ്തയാണ്. അതുപോലെ പാസ്ത ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവരിക ചെയ്യുന്നത്. കഴിഞ്ഞാൽ ഇവിടെ ആമസോണിൽ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡൊക്കെ കിട്ടും. പ്രത്യേകിച്ച് നമ്മളടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊന്നും നല്ല പാസ്ത കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഇപ്പം ആമസോൺ വഴി കിട്ടുന്നുണ്ട്.